you are going to see a different changes in our nation India. ഇതുവരെയും നാം കാണാത്ത അത്ഭുതങ്ങൾ ഈ വർഷം കാണുവാൻ തുടങ്ങുകയാണ്. It is going to begin from our Kumbanad. കുമ്പനാട് തന്നെ ഈ തീ കത്തും എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. Hallelujah. I was so surprised by seeing the theme of this convention. ഈ കൺവെൻഷന്റെ പൊതു തീം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. As it is in Acts chapter 10 verse 38. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യമാണ്. Anointing of the Holy Ghost and the power. അഭിഷേകത്തിന്റെയും ശക്തിയുടെയും പ്രദർശനമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മുടെ ചിന്താവിഷയം. Our Holy Ghost is loving our nation India. പരിശുദ്ധാത്മാവ് നമ്മുടെ ദേശത്തിന്മേൽ ദൃഷ്ടി വച്ചിരിക്കുന്നു. Our Holy Ghost is loving each and every soul of our nation India. രാജ്യത്തിലുള്ള ഓരോ പൗരന്മേലും ദൃഷ്ടി വച്ചിരിക്കുന്നു. He is going to reach each and every citizen of India through our IPC. ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ തങ്കപ്രാവ് ചിറകടിച്ച് പറക്കുന്നു. Hallelujah. These days people are thinking small about Pentecostal people. പെന്തക്കോസ്തുകാരെ അവഗണനയോടെ കണ്ട ഒരു കാലം ഉണ്ടായിരുന്നു. Protection of our nation not in the hands of the army. ഈ ലോകത്തിന്റെ ഭരണകർത്താക്കളുടെ കയ്യിലല്ല നമ്മുടെ സംരക്ഷണം, ഉന്നതങ്ങളിൽ It is in the hands of prayer warriors. ആ കരം ചലിപ്പിക്കുന്നത് സ്നേഹിത നിന്റെ പ്രാർത്ഥനയാണ്. Development of our nation is in the hands of prayer warriors of our nation. പ്രാർത്ഥനയുടെ വീരന്മാർ അവരുടെ പക്കലാണ് രാജ്യത്തിന്റെ വികസനം നിക്ഷിപ്തമായത്. So I am giving you a confirmation that no one can stand against our IPC. പാതാള ഗോപുരങ്ങൾ നമ്മുടെ സ്ഥാനത്ത് ജയിക്കയില്ല. The government will support you. ഈ ലോകത്തിന്റെ ഗവൺമെന്റ് നമുക്ക് അനുകൂലമായി വരും. The government will be behind you. സമസ്ത ഗവൺമെന്റ് അധികാരികളും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. You know why? എന്തുകൊണ്ട്? Because our Lord Jesus is the ruler of the kings of the earth. രാജാവും കർത്താവുമായവന്റെ കരങ്ങളിലാണ് നമ്മുടെ ഭാരതം. Let us put our hands together and clap and glorify the Lord Jesus. കരങ്ങളടിച്ച് സ്തോത്രം ചെയ്യുവീൻ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. I really thankful to Pastor Jacob John. വീണ്ടും കർത്തദാസൻ പാസ്റ്റർ ജേക്കബ് ജോണിനോട് നന്ദി അറിയിക്കുന്നു. Pastor Casey John. പാസ്റ്റർ കേസി ജോൺ and Pastor Wilson Joseph. വൈസ് പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ ജോസഫ്. Pastor Thomas Philip. പാസ്റ്റർ തോമസ് ഫിലിപ്പ്. Brother Saju Paul. സജി പോൾ. And it's a great opportunity for me. ഇങ്ങനെ എനിക്കൊരു അവസരം ഒരുക്കിയതിൽ ഞാൻ അവരോട് നന്ദി പറയുന്നു. It's a great honor for me. എന്നെ അവർ ബഹുമാനിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. To help the IPC. നിശ്ചയമായിട്ടും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ ദൈവം അനുഗ്രഹിക്കും. So as I am related in the different parts for our governments. നമ്മുടെ ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ എനിക്കും സ്വാധീനതയുണ്ട്. I will do everything for the extension of the kingdom of God. കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും. So before I come here, somebody received a phone call and they have asked him that somebody is coming here named James. ജെയിംസ് എന്ന പേരുള്ള ഒരാൾ നിങ്ങളുടെ കൺവെൻഷൻ വരുന്നുണ്ടോ എന്നുള്ള ഫോൺ കോൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. That is why I came here very secretly to Kerala. പൊതുവിനെ അറിയിക്കാതെ രഹസ്യമായ നിലയിലായിരുന്നു ഞാൻ ഇവിടേക്ക് വന്നത്. Because even I myself thought of not coming. ഞാൻ തന്നെ ചിന്തിച്ചില്ല എനിക്ക് ഇവിടെ വരുവാൻ കഴിയുമെന്ന്. But it is the right time God has brought me here. സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയ തക്ക സമയത്ത് ദൈവം എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നു. Please note down in your diary. നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കൂ. Year of 2018 is the year of IPC. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ പൂർവാധിക്യം ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന വർഷമാണ് 2018. Whoever stands against IPC, ഈ പ്രസ്ഥാനത്തിന് വിരോധമായി നിൽക്കുന്നവർ, they will become peace. അവര് ലജ്ജിതരായി തീരും. So I give all the glory to the name of our Lord Jesus Christ. സകല മഹത്വവും അത്യുന്നതനായ ദൈവത്തിന് തന്നെ. Let us glorify the name of Jesus. നമ്മുടെ കർത്താവിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം. So as I am going to finish my speech, ഇവിടെ ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നു. one thing I just want to tell you. ഞാൻ വീണ്ടും പറയട്ടെ, God is going to raise many IAS officers from IPC.